ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയെ ചൊല്ലി താരസംഘടനയിൽ കലഹം. പരാതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ടെന്നും ജനറൽ ബോഡി യോഗത്തിൽ മതിയെന്നുമാണ് അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ സ്വീകരിച്ച നിലപാട്. എന്നാൽ എക്സിക്യൂട്ടീവിൽ ചർച്ച വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കുടുംബമേളയിലെ സംഗീത പരിപാടിക്ക് 11 ലക്ഷം രൂപ നൽകിയ കൈലാഷിനെതിരെയും വീഡിയോ ചിത്രീകരിക്കാൻ സരയുവിന്റെ ഭർത്താവിന് കൂടിയാലോചിക്കാതെ ശ്വേത മേനോൻ പണം അനുവദിച്ചതിലും ഒരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. തന്നെ തീവ്രവാദിയാക്കാൻ നടൻ ടിനി ടോം ശ്രമിച്ചെന്ന നടി അൻസിബയുടെ പരാതി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ തീരുമാനമറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു ശ്വേത തന്റെ തീരുമാനം വ്യക്തമാക്കിയത്. മറ്റംഗങ്ങൾ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ശ്വേത എതിർത്തു. ടിനിയെ ജയിലിൽ കയറ്റാനാണോ ശ്രമമെന്നും ശ്വേത ചോദിച്ചു. ജനറൽ ബോഡി യോഗത്തിൽ വിഷയം ചർച്ചയാട്ടെ എന്നായിരുന്നു ശ്വേതയുടെ നിലപാട്. കുടുംബമേളയിലെ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായില്ല. എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിക്കാതെയാണ് അമ്മ കുടുംബമേളയിൽ സ്റ്റീഫൻ ദേവസിയുടെ പരിപാടി നടത്തിയിരുന്നത്. ഇതിന് 11 ലക്ഷം രൂപയും ചെലവഴിച്ചിരുന്നു. നടൻ കൈലാഷ് മുൻകൈയെടുത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനെതിരെ കടുത്ത എതിർപ്പും ചില അംഗങ്ങൾക്കുണ്ടായിരുന്നു. സരയുവിനെതിരെയും ആരോപണം ഉയർന്നിരുന്നു. അമ്മ കുടുംബമേളയിൽ പ്രദർശിപ്പിക്കാനുള്ള വീഡിയോ ചിത്രീകരിച്ചതിന് സരയുവിന്റെ ഭർത്താവിന് 2.5 ലക്ഷം രൂപ നൽകിയതിനാണ് ഒരു വിഭാഗത്തിന് എതിർപ്പ്. പണം നൽകാനുള്ള കാര്യം എക്സിക്യൂട്ടീവിൽ പ്രസിഡന്റ് അറിയിച്ചില്ല. പണം നൽകാനുള്ള അനുമതി നൽകിയത് ശ്വേതയാണ്. ഷഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.